കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. SCERT സയൻസ് സീരീസിലെ 7ാം ക്ലാസ്സിലെ പാഠം 1 ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പാഠം 1 വിളയിക്കാം നൂറുമേനി. കൃഷി അല്ലെങ്കിൽ അഗ്രികൾച്ചർ എന്ന ടോപ്പിക്കിൽ ഉൾപ്പെടുന്ന പാഠമാണിത്. വിളയിക്കാം നൂറുമേനി. കുട്ടികളുടെ പാഠപുസ്തകത്തിലും അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാം ഉൾച്ചേർത്തിട്ടുള്ള ക്ലാസ്സാണിത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പാഠം 1 വിളയിക്കാം നൂറുമേനി. സസ്യങ്ങളിലെ പ്രത്യുൽപാദനത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. പ്രത്യുൽപാദനം എന്ന് പറയുന്നത് ഒരു മാതൃസസ്യത്തിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാവുന്ന രീതിയാണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യുൽപാദനം രണ്ട് തരത്തിലുണ്ട്. ലൈംഗിക പ്രത്യുൽപാദനവും അലൈംഗിക പ്രത്യുൽപാദനവും. എന്താണ് ലൈംഗിക പ്രത്യുൽപാദനം? വിത്ത് മുളച്ച് തൈകൾ ഉണ്ടാവുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം. അതായത് വിത്ത് ഉണ്ടാവുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ്. അപ്പോൾ വിത്ത് മുളച്ച് പുതിയ തൈകൾ ഉണ്ടാവുന്നതിനെ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നു. വിത്തുണ്ടാവുന്നത് നമ്മൾ പഠിച്ചു. ഒരു ആൺപുഷ്പത്തിൽ നിന്നുള്ള പൂമ്പീജവും പെൺപുഷ്പത്തിൽ നിന്നുള്ള അണ്ഡവും ബീജ സങ്കലനം നടന്നിട്ടാണ് ഒരു പുതിയ വിത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ ലൈംഗിക പുഷ്പങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ അതിൽ ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. അപ്പോൾ ലൈംഗിക പ്രത്യുൽപാദനം വിത്ത് മുളച്ച് തൈകൾ ഉണ്ടാകുന്നതിന് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നു. എന്നാൽ അലൈംഗിക പ്രത്യുൽപാദനം എന്താണ്? ബീജകോശങ്ങളുടെ സംയോജനം മുഖേനയല്ലാതെ നടക്കുന്ന എല്ലാ പ്രത്യുൽപാദനവും അലൈംഗിക പ്രത്യുൽപാദനമാണ്. ബീജകോശങ്ങളുടെ സംയോജനം മുഖേനയല്ലാതെ നടക്കുന്ന എല്ലാ പ്രത്യുൽപാദനവും അലൈംഗിക പ്രത്യുൽപാദനമാണ്. അലൈംഗിക പ്രത്യുൽപാദനം പല രീതിക്കുണ്ട്. ഉദാഹരണങ്ങളാണ് കായിക പ്രജനനം. കായിക പ്രജനനം നമ്മൾ തുടർന്നുള്ള ക്ലാസ്സിൽ കായിക പ്രജനനമാണ് പഠിക്കുന്നത്. ദ്വിവിഭജനം. ദ്വിവിഭജനം എന്ന് പറയുന്നത് ഒരു ജീവി രണ്ടായിട്ട് മുറിഞ്ഞു മാറുന്നു. അത് പിന്നെയും മുറിഞ്ഞു മാറുന്നു. അങ്ങനെ മുറിഞ്ഞ് രണ്ടായിട്ട് മുറിഞ്ഞിട്ട് ദ്വിവിഭജനത്തിലൂടെ പുതിയ ജീവികൾ ഉണ്ടാകുന്നു. ബൈനറി ഡിവിഷൻ എന്ന് പറയും. അമീബ പോലുള്ള ഏകകോശ ജീവികളിൽ നടക്കുന്നത് ദ്വിവിഭജനമാണ്. ദ്വിവിഭജനം ഒരു അലൈംഗിക പ്രത്യുൽപാദനമാണ്. ദെൻ പുനരുദ്ഭവം. പുനരുദ്ഭവം എന്ന് പറഞ്ഞാൽ മണ്ണിര, നക്ഷത്ര മത്സ്യമൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. മണ്ണിരയെ നമ്മൾ രണ്ടായിട്ട് മുറിച്ചാൽ അത് രണ്ട് ജീവിയായിട്ട് മാറുന്നു. അതാണ് പുനരുദ്ഭവം. പുനരുദ്ഭവവും അലൈംഗിക പ്രത്യുൽപാദനത്തിന് ഉദാഹരണങ്ങളാണ്. മണ്ണിര, നക്ഷത്ര മത്സ്യമൊക്കെ ഇങ്ങനെയാണ് പ്രത്യുൽപാദനം നടക്കുന്നത്. അതുപോലെ മുകുളനം ഹൈഡ്രയിൽ നടക്കുന്നതാണ്. ഒരു ജീവിയിൽ പുതിയൊരു ജീവി അതിനോട് ചേർന്ന് വരുന്നു, മുകുളങ്ങളെ പോലെ വരുന്നു. അത് പിന്നെ രണ്ടായിട്ട് മാറിയിട്ട് വേറൊരു സസ്യമാവുന്നു. അതാണ് ഹൈഡ്രയിലൊക്കെ നടക്കുന്ന മുകുളനം എന്ന് പറയുന്നത്. ദെൻ സ്പോറുകൾ വഴി ഒരുപാട് സസ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് ടിഷ്യൂ കൾച്ചർ. ഇതും ഒരു അലൈംഗിക പ്രത്യുൽപാദനമാണ്. അലൈംഗിക പ്രത്യുൽപാദനത്തിൻ്റെ വേറൊരു സവിശേഷതയാണ് ഒരു പാരൻ്റ് മാത്രമായിരിക്കും ഒരു സസ്യത്തിന് ഉണ്ടായിരിക്കുക. ഒരു പാരൻ്റ് മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ദെൻ കായിക പ്രജനനം. കായിക പ്രജനനമാണ് ഈ പാഠത്തിൽ ഇനി പഠിക്കാൻ പോകുന്നത്. കായിക പ്രജനനത്തിൻ്റെ വ്യത്യസ്ത രീതികൾ. കായിക പ്രജനനം ഒരു സസ്യത്തിൻ്റെ വേര്, തണ്ട്, ഇല, ഭൂഖണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. ഒരു സസ്യത്തിൻ്റെ വേര്, തണ്ട്, ഇല, ഭൂഖണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. കായിക പ്രജനനത്തിന് ഉദാഹരണങ്ങളാണ് വേരിൽ നിന്ന് പുതിയ ശീമപ്ലാവ് ഉണ്ടാകുന്നത്, കാണ്ഡത്തിൽ നിന്ന് പുതിയ മുരിങ്ങ ഉണ്ടാകുന്നത്, ഇലയിൽ നിന്ന് പുതിയ ഇലമുളച്ചി, ഭൂഖണ്ഡത്തിൽ നിന്ന് പുതിയ കാച്ചിൽ ഉണ്ടാകുന്നതെല്ലാം കായിക പ്രജനനത്തിന് ഉദാഹരണങ്ങളാണ്. കായിക പ്രജനനം ലൈംഗിക പ്രത്യുൽപാദനവും. മുരിങ്ങ, ശീമക്കൊന്ന ഇങ്ങനെ ചില സസ്യങ്ങളിൽ കായിക പ്രജനനത്തിലൂടെയും ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു. മുരിങ്ങ അതിൽ പൂക്കൾ ഉണ്ടാകുന്നു. പൂക്കളിൽ നിന്ന് വിത്തുകൾ ഉണ്ടായിട്ട് അങ്ങനെ ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ പുതിയ സസ്യം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങയുടെ കാണ്ഡം കുഴിച്ചിട്ടാലും പുതിയ സസ്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മുരിങ്ങ, ശീമക്കൊന്ന എന്നിവയിൽ കായിക പ്രജനനവും പറ്റും, ലൈംഗിക പ്രത്യുൽപാദനവും പറ്റും. ദെൻ കായിക പ്രജനനം എന്ന് പറയുന്നത് ഇത് നമ്മൾ കൃത്രിമമായിട്ട് ചെയ്യാറുണ്ട്. അതായത് കൃത്രിമമായിട്ട് നമ്മൾ കായിക പ്രജനനം സസ്യങ്ങളിൽ നടത്തുന്ന രീതികളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തതാണ് പതിവയ്ക്കൽ, ലെയറിങ്. ലെയറിങ് മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച് ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ. അതായത് മാതൃസസ്യത്തിൻ്റെ ഒരു സസ്യത്തിൻ്റെ
കമ്പുകളിൽ വേര് മുളപ്പിക്കുക. എന്നിട്ട് ആ ഭാഗം മുറിച്ചു മാറ്റി വേറെ ഒരു സസ്യമായിട്ട് കുഴിച്ചിടുന്നതിനെയാണ് പതിവയ്ക്കൽ എന്ന് പറയുന്നത്. അതായത് നല്ല കായ്കൾ തരുന്ന നല്ല സവിശേഷതയുള്ള ഒരു മാതൃസസ്യത്തെ തിരഞ്ഞെടുക്കുന്നു. അതിൽ നിന്നൊരു കമ്പിനെ തിരഞ്ഞെടുക്കുക. ഒരു മാതൃസസ്യത്തിൻ്റെ ഒരു കമ്പിൽ ആ കമ്പിൻ്റെ അതിൻ്റെ തൊലി കളയുന്നു. അവിടെ ചകിരി എല്ലാം മണ്ണും ഒക്കെ വെച്ചിട്ട് പൊതിഞ്ഞ് കെട്ടിയിട്ട് അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ആ കമ്പിൻ്റെ ആ ഭാഗത്ത് വേരുകൾ മുളക്കും. ആ വേരുകൾ മുളച്ചതിന് ശേഷം ആ കമ്പിനെ വെട്ടി മാറ്റിയിട്ട് പുതിയ സസ്യമായിട്ട് കുഴിച്ചിടുന്നു. ഇതാണ് പതിവയ്ക്കൽ എന്ന് പറയുന്നത്. അതായത് ഒരു മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിക്കുന്നു. ശേഷം ആ വേര് മുളച്ച ആ കമ്പ് മുറിച്ചു മാറ്റി പുതിയ സസ്യമായിട്ട് വെക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ, ലെയറിങ് എന്ന് പറയുന്നത്. ചിത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു കമ്പ്, അതിൻ്റെ തൊലി, അതിൻ്റെ ഒരു ചെറിയ ഭാഗം വെട്ടിക്കളഞ്ഞു. അതിനുശേഷം അവിടെ ചകിരി മണ്ണൊക്കെ പോലെയുള്ള കാര്യങ്ങൾ കെട്ടിവെക്കുന്നു. അതിനുശേഷം അവിടെ വേര് മുളച്ചു വരുന്നു. ഈ വേര് മുളച്ച ഭാഗം, ഈ കമ്പ് ആ വേരോട് വെട്ടിമാറ്റിയിട്ട് പുതിയ സസ്യമായിട്ട് കുഴിച്ചിടുന്നു. ഇതാണ് പതിവയ്ക്കൽ എന്ന് പറയുന്നത്. പതിവയ്ക്കൽ പലതരത്തിലുണ്ട്. അതിലൊന്നാണ് നാഗപതിവയ്ക്കൽ. നാഗപതിവയ്ക്കൽ എന്ന് പറയുന്നത് നീളമുള്ള ശാഖകൾ, അതായത് നീളമുള്ള ശാഖകൾ നീണ്ട് വരുന്ന സസ്യങ്ങൾ, അതിൻ്റെ ആ ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടി പതിക്കുന്നു. നീളമുള്ള ശാഖകൾ മണ്ണിലേക്ക് വളച്ചു വെക്കുന്നു. എന്നിട്ട് അതിൻ്റെ ആ ശാഖയുടെ പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടുന്നു. മണ്ണിട്ട് മൂടിയ ആ ഭാഗത്ത് പുതിയ വേരുകൾ മുളച്ചു വരും. അങ്ങനെ അത് പല പല സസ്യങ്ങളായിട്ട് നമുക്ക് ആ ശാഖയെ മാറ്റാൻ കഴിയുന്നു. അതാണ് നാഗപതിവയ്ക്കൽ. വായുവിൽ പതിവയ്ക്കലിനുള്ള ഉദാഹരണങ്ങളും നാഗപതിവയ്ക്കലിനുള്ള ഉദാഹരണങ്ങളും ബുക്കിൽ തന്നിട്ടുണ്ട്. വായുവിൽ പതിവയ്ക്കാൻ കഴിയുന്ന സസ്യങ്ങളാണ് പേര, കശുമാവ്, സപ്പോട്ട, ചാമ്പ, റോസ, അത്തി, ബദാം. വായുവിൽ പതിവയ്ക്കൽ എന്ന് പറയുന്നത് ഫസ്റ്റിൽ ആ കമ്പിൽ വേര് മുളപ്പിക്കുന്നതിനെയാണ് വായുവിൽ പതിവയ്ക്കൽ എന്ന് പറയുന്നത്. നാഗപതിവയ്ക്കൽ എന്ന് പറയുന്നത് ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് വേരുണ്ടാക്കുന്ന രീതിയാണ് നാഗപതിവയ്ക്കൽ. വായു പതിവയ്ക്കലിന് ഉദാഹരണങ്ങളാണ് പേര, കശുമാവ്, സപ്പോട്ട, ചാമ്പ, റോസ്, അത്തി, ബദാം. ഒരുപാട് ഉദാഹരണങ്ങൾ വരുന്നുണ്ട്, നോട്ട് എഴുതിയിട്ട് പഠിക്കണം. നാഗപതിവയ്ക്കലിൻ്റെ ഉദാഹരണങ്ങളാണ് ബോഗൻവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില. വിവിധ തരം പതിവയ്ക്കൽ. വായുവിൽ പതിവയ്ക്കലും നാഗപതിവയ്ക്കലുമാണ് കുട്ടികളുടെ പുസ്തകത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഹാൻഡ് ബുക്കിൽ കുറച്ച് കൂടുതൽ പതിവയ്ക്കൽ രീതികൾ പറയുന്നുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങളും തരുന്നുണ്ട്, അത് നോക്കാം. സാധാരണ പതിവയ്ക്കൽ എന്ന് പറഞ്ഞാൽ വായുവിൽ പതിവയ്ക്കുന്ന രീതിയാണ്. ദെൻ നാഗപതിവയ്ക്കൽ, അത് നമ്മൾ പറഞ്ഞു. ദെൻ നാക്കുപതിവയ്ക്കൽ സസ്യത്തിൻ്റെ അതിൻ്റെ അറ്റഭാഗം പതിവയ്ക്കുന്ന രീതിയാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ രീതികൾ ഇതെല്ലാം പതിവയ്ക്കുന്ന പല രീതികളാണെന്ന് അറിഞ്ഞു വെക്കുക. ചാലിൽ പതിവയ്ക്കൽ, കൂന പതിവയ്ക്കൽ, 5 തരത്തിലുള്ള പതിവയ്ക്കലാണ് പറയുന്നത്. സാധാരണ പതിവയ്ക്കൽ, നാഗപതിവയ്ക്കൽ, നാക്കുപതിവയ്ക്കൽ, ചാലിൽ പതിവയ്ക്കൽ, കൂന പതിവയ്ക്കൽ. ഡയഗ്രാം തരുന്നുണ്ട്. ഡയഗ്രാം ഹാൻഡ് ബുക്കിൽ വലിയ ക്ലിയർ ഇല്ലാത്തൊരു ഡയഗ്രാമാണ് തരുന്നത്. ഇതിൻ്റെ രീതികൾ നിങ്ങൾ പഠിച്ചു വെക്കണമെന്നില്ല, ജസ്റ്റ് പതിവയ്ക്കുന്ന രീതികൾ ഏതൊക്കെയാണ് ആ 5 പതിവയ്ക്കലിൻ്റെ പേരുകൾ പഠിച്ചു വെക്കണം. ദെൻ അതിന് ഓരോ പതിവയ്ക്കലിനുള്ള ഉദാഹരണങ്ങൾ വരുന്നുണ്ട്. സാധാരണ പതിവയ്ക്കൽ നമ്മൾ പറഞ്ഞു, അതായത് വായുവിൽ പതിവയ്ക്കുന്ന രീതികൾ പേര, നെല്ലി, കശുമാവ്, കടപ്ലാവ്, നാരകം, ചാമ്പ, ചെറി ഇവയെല്ലാം സാധാരണ പതിവയ്ക്കൽ അല്ലെങ്കിൽ വായുവിൽ പതിവയ്ക്കലിനുള്ള ഉദാഹരണങ്ങളാണ്. ഹാൻഡ് ബുക്കിൽ തന്നിട്ടുള്ളതാണ്. പേര, നെല്ലി, കശുമാവ്, കടപ്ലാവ്, നാരകം, ചാമ്പ, ചെറി. ദെൻ അതുപോലെ നാവൽ, മാതളം, സവർജലമൊക്കെ സാധാരണ പതിവയ്ക്കലിന് ഉദാഹരണങ്ങളാണ്. ദെൻ നാഗപതിവയ്ക്കൽ, സർപ്പൻ്റ് ലെയറിംഗ് എന്ന് പറയും. നാഗപതിവയ്ക്കൽ, സപ്പോട്ട, പേര, മുല്ല ഇവയെല്ലാം നാഗപതിവയ്ക്കലിന് ഉദാഹരണങ്ങളാണ്. ദെൻ നാക്കുപതിവയ്ക്കൽ, ടിപ്പ് ലെയറിംഗ് ഉദാഹരണങ്ങളാണ് ബ്ലാക്ക്ബെറി, റാസ്ബെറി. നാക്കുപതിവയ്ക്കലിന് ഉദാഹരണങ്ങളാണ് ബ്ലാക്ക്ബെറി, റാസ്ബെറി. ദെൻ ചാലിൽ പതിവയ്ക്കൽ, ട്രെഞ്ച് ലെയറിംഗ്. ചെറി, പ്ലം, ആപ്പിളൊക്കെ ചാലിൽ പതിവയ്ക്കലാണ് ചെയ്യാറ്. ചാലിൽ പതിവയ്ക്കലിന് ഉദാഹരണങ്ങളാണ് ചെറി, പ്ലം, ആപ്പിൾ. കൂന പതിവയ്ക്കൽ, മൗണ്ട് ലെയറിംഗ്. നെല്ലി, പ്ലാവ്, ആനിലി, പപ്പായ. കൂന പതിവയ്ക്കൽ, നെല്ലി, പ്ലാവ്, ആനിലി, പപ്പായ. ദെൻ പതിവെച്ചുണ്ടാക്കുന്ന സസ്യങ്ങളുടെ സവിശേഷതകളാണ് മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ കാണിക്കുന്നു.
ഒരു മാതൃസസ്യത്തിൽ നിന്ന് എടുത്ത ഒരു കമ്പിൽ നിന്ന് ഉണ്ടാകുന്ന പുതിയ സസ്യത്തിനും ആ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങൾ കാണിക്കും. ദെൻ വലിപ്പം, ആയുർദൈർഘ്യം ഒക്കെ ഇതിന് കുറവായിരിക്കും. പതിവയ്ക്കലിലൂടെ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് വലിപ്പം, ആയുർദൈർഘ്യം കുറവായിരിക്കും. വേഗം പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ തായ്വേരു പടലം ഉണ്ടാവില്ല. പതിവയ്ക്കലിൽ നടത്തിയ സസ്യങ്ങളുടെ സവിശേഷതകളാണ്. മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ കാണിക്കുന്നു. വലിപ്പം, ആയുർദൈർഘ്യം കുറവായിരിക്കും. വേഗം പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. തായ്വേര് പടലം ഉണ്ടാവില്ല. അതുപോലെ വരുന്നൊരു പോയിന്റാണ് ആക്സിനോർമൽ ലൈനിൽ കാണ്ഡഭാഗം മുക്കി വെച്ചിട്ടും വേര് മുളപ്പിക്കാം. ഒരു കൃത്രിമ പ്രജനന രീതിയാണിത്. ആക്സിൻ ഹോർമോൺ, ഒരു സസ്യ ഹോർമോണാണ് ആക്സിൻ ഹോർമോൺ. ഇതിൻ്റെ ലായനിയിൽ സ്റ്റെം ഭാഗം അല്ലെങ്കിൽ കാണ്ഡഭാഗം മുക്കി വെച്ചിട്ടും വേര് മുളപ്പിക്കാറുണ്ട്. പതിവയ്ക്കലൊക്കെ കൂടുതൽ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ആക്സിൻ ഹോർമോൺ ലായനി. പതിവയ്ക്കൽ തീർന്നു. അതുപോലെ പതിവയ്ക്കലിൻ്റെ പോലെ തന്നെ മറ്റൊരു രീതിയാണ് കമ്പൊട്ടിക്കൽ, ഗ്രാഫ്റ്റിംഗ്. മറ്റൊരു കൃത്രിമ കായിക പ്രജനന രീതിയാണ് കമ്പൊട്ടിക്കൽ, ഗ്രാഫ്റ്റിംഗ്. എന്താണ് കമ്പൊട്ടിക്കൽ? ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. കമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത് ഒരു സസ്യം അതൊരു നല്ല ഗുണമേന്മയുള്ളൊരു സസ്യമാണ്. ആ സസ്യത്തിൻ്റെ കമ്പെടുക്കുന്നു. എന്നിട്ട് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യം അതിൽ ഈ കമ്പ് ഒട്ടിച്ചു വെക്കുന്നു. ദെൻ ഈ ഒട്ടിച്ചു വെച്ച കമ്പ് എന്താണ്? ആ കമ്പ് വളർന്ന് ബാക്കി ഈ വേരോട് കൂടിയ സസ്യത്തിൻ്റെ ബാക്കിയായിട്ട് ഈ കമ്പാണ് വളർന്നു വരുന്നത്. ഇതാണ് കമ്പൊട്ടിക്കൽ, ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു വായിക്കുക. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. മികച്ചൊരു കമ്പ് കൊണ്ടുവന്ന് ഒരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർക്കുന്നു. അതാണ് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ കമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത്. നമ്മൾ ഒട്ടിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും. അതായത് വേരോട് കൂടിയ ആ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കാൻ കൊണ്ടുവരുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന ചെടിയാണ് റൂട്ട് സ്റ്റോക്ക്. ഒട്ടിക്കുന്ന കമ്പാണ് സയൺ. ദെൻ വിവിധതരം കമ്പൊട്ടിക്കലുണ്ട്. ഹാൻഡ് ബുക്കിൽ തന്നിട്ടുള്ളതാണ്. വിവിധതരം കമ്പൊട്ടിക്കലാണ് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്, ക്ലഫ്റ്റ് ഗ്രാഫ്റ്റിംഗ്, വെഡ്ജ് ഗ്രാഫ്റ്റിംഗ്, സാഡിൽ ഗ്രാഫ്റ്റിംഗ്. അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്, ക്ലഫ്റ്റ്, വെഡ്ജ്, സാഡിൽ. ഹാൻഡ് ബുക്കിലുള്ള തന്നിട്ടുള്ള ഡയഗ്രമാണ് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്, സാഡിൽ ഗ്രാഫ്റ്റിംഗ്, ക്ലഫ്റ്റ് ഗ്രാഫ്റ്റിംഗ്, വെഡ്ജ് ഗ്രാഫ്റ്റിംഗ്. ഇതിൻ്റെ രീതികൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ പേരുകൾ പഠിച്ചു വെക്കുക. ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞു. ദെൻ മുകുളം ഒട്ടിക്കൽ. പതിവയ്ക്കൽ, ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞിട്ട് കമ്പൊട്ടിക്കൽ കഴിഞ്ഞിട്ട് മുകുളം ഒട്ടിക്കൽ, ബഡ്ഡിങ്. എന്താണ് മുകുളം ഒട്ടിക്കൽ? ഗുണമേന്മയുള്ളൊരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. കമ്പൊട്ടിക്കലിൽ കമ്പാണ് ഒട്ടിച്ചത്. എന്നാൽ മുകുളം ഒട്ടിക്കൽ എന്താണ്? മുകുളമാണ് ഒട്ടിക്കുന്നത്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. ഡയഗ്രാം നോക്കുക. ഒരു സസ്യത്തിൻ്റെ ഒരു മുകുളം എടുക്കുന്നു. ഒരു സസ്യത്തിൻ്റെ അതിൻ്റെ കാണ്ഡഭാഗത്ത് ഒരു തൊലി കളഞ്ഞു വെക്കുന്നു. ആ ഭാഗത്തേക്ക് മറ്റൊരു നല്ല ഗുണമേന്മയുള്ള സസ്യത്തിൻ്റെ മുകുളം കൊണ്ടുവെക്കുന്നു. അത് ചകിരി മറ്റുപോലുള്ള കവറൊക്കെ ഇട്ട് പൊതിഞ്ഞു വെക്കുകയും അവിടെ ആ മുകുളം ആ വേരോടുകൂടി ആ സസ്യത്തിലോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് മുകുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത്. ഡയഗ്രാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാണ്ഡഭാഗത്ത് നിന്നൊരു തൊലി കളയുന്നു. അവിടെ ഒരു പുതിയ സസ്യത്തിൻ്റെ കൊണ്ടുവന്നിരിക്കുന്നത് പുതിയൊരു ഗുണമേന്മയുള്ളൊരു സസ്യത്തിൻ്റെ മുകുളമാണ്. അതവിടെ പൊതിഞ്ഞു വെക്കുകയും അതിനുശേഷം ആ മുകുളം ആ സസ്യത്തോട് ചേർന്ന് വരികയും ചെയ്യുന്നു. ഇതിനെയാണ് മുകുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത്. വിവിധതരം മുകുളം ഒട്ടിക്കലുണ്ട്. ടീ ബഡ്ഡിങ് എന്ന് പറയുന്നത് ഈ കാണ്ഡത്തിൻ്റെ തൊലി കളയുന്നത് ടീ എന്ന ഷേപ്പിലായിരിക്കും. അതുപോലെ ഐ ബഡ്ഡിങ്, ദെൻ പാച്ച് ബഡ്ഡിങ്, റിംഗ് ബഡ്ഡിങ്. ഈ ബഡ്ഡിങ് ചെയ്യുന്ന ഈ കാണ്ഡത്തിൽ നിന്ന് എടുക്കുന്ന ഈ തൊലിയുടെ രൂപത്തിനനുസരിച്ചാണ് പേര് വരുന്നത്. ടീ ബഡ്ഡിങ്, ഐ ബഡ്ഡിങ്, പാച്ച് ബഡ്ഡിങ്, റിംഗ് ബഡ്ഡിങ് എല്ലാം വിവിധതരം മുകുളം ഒട്ടിക്കലിൻ്റെ രീതികളാണ്.
ദെൻ വർഗസങ്കരണം. വർഗസങ്കരണം എന്ന് പറയുന്നത്, വർഗസങ്കരണം ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ടു ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. 6ാം ക്ലാസ്സിലെ പൂക്കാം കായ്ക്ക എന്ന പാഠഭാഗത്ത് സ്വപരാഗണവും പരപരാഗണവും നമ്മൾ പഠിച്ചു. സ്വപരാഗണം എന്ന് പറയുമ്പോൾ ഒരേ പുഷ്പത്തിൽ അല്ലെങ്കിൽ ഒരു ചെടിയിലെ തന്നെ പുഷ്പങ്ങളിൽ നടക്കുന്നതാണ് സ്വപരാഗണം. പരപരാഗണം എന്ന് പറയുമ്പോൾ രണ്ട് ചെടിയിലെ പുഷ്പങ്ങൾ തമ്മിൽ നടക്കുന്നതാണ് പരപരാഗണം. സ്വപരാഗണം എന്ന് പറയുമ്പോൾ ആ ഒരു ചെടിയിൽ മാത്രമാണ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെടിയുടെ ഒരു സസ്യത്തിൻ്റെ മാത്രം ഗുണമാണ് അടുത്ത സസ്യങ്ങൾക്ക് കിട്ടുന്നത്. പരപരാഗണമാകുമ്പോൾ രണ്ട് ചെടികളുണ്ട്, രണ്ട് ചെടിയുടെയും ഗുണങ്ങൾ വരുന്ന സസ്യത്തിന് കിട്ടും. അപ്പോൾ പരപരാഗണമാണ് പ്രകൃതി പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു. കാരണം രണ്ട് ചെടികളുടെ ഗുണം മറ്റൊരു പുതിയ സസ്യത്തിന് കിട്ടുന്നതാണ് പരപരാഗണം. ഈ പരപരാഗണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്രിമമായിട്ട് വർഗസങ്കരണവും നടത്തുന്നത്. വർഗസങ്കരണം എന്ന് പറയുന്നത് പരപരാഗണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ കൃത്രിമ പരാഗണം നടത്തുന്ന രീതിയാണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. വർഗസങ്കരണം ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങൾ ഉള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്നും ഗുണമേന്മയുള്ള വിത്തുകൾ ഉണ്ടാകുന്നു. ഈ വിത്തുകളെയാണ് സങ്കര ഇനം വിത്തുകൾ എന്ന് പറയുന്നത്. കൃത്രിമ പരാഗണത്തിലൂടെ വർഗസങ്കരണത്തിലൂടെ ഉണ്ടാക്കുന്ന വിത്തുകളെയാണ് സങ്കര ഇനം വിത്തുകൾ എന്ന് പറയുന്നത്. വർഗസങ്കരണത്തിലൂടെ സ്വപരാഗണം തടഞ്ഞു പരപരാഗണം നടത്തുന്നു. സ്വപരാഗണം തടഞ്ഞ് പരപരാഗണം പ്രോത്സാഹിപ്പിക്കുകയാണ് വർഗസങ്കരണത്തിലൂടെ ചെയ്യുന്നത്. സങ്കര ഇന വിത്തുകളാണ് നമ്മൾ വർഗസങ്കരണത്തിലൂടെ ഉണ്ടാക്കുന്ന നല്ല ഗുണമേന്മയുള്ള വിത്തുകളെയാണ് സങ്കരയിന വിത്തുകൾ എന്ന് പറയുന്നത്. അതിന് കുറച്ച് ഉദാഹരണങ്ങളാണ് പുസ്തകത്തിൽ തന്നിട്ടുള്ളതാണ്. മുളക് ഉജ്ജ്വല ജ്വാലമുഖി, പയർ ജ്യോതിക ഭാഗ്യലക്ഷ്മി, നെല്ല് പവിത്ര അന്നപൂർണ, തെങ്ങ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര, വെണ്ട സൽകീർത്തി കിരണ്. സങ്കരയിന വിത്തുകളാണ് മുളക് ഉജ്ജ്വല ജ്വാലമുഖി, പയർ ജ്യോതിക ഭാഗ്യലക്ഷ്മി, നെല്ല് പവിത്ര അന്നപൂർണ, തെങ്ങ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര, വെണ്ട സൽകീർത്തി കിരണ്. ഇനി ഹാൻഡ് ബുക്കിൽ കുറച്ചധികം ഉദാഹരണങ്ങൾ തരുന്നുണ്ട്. ഇതാണ് ഹാൻഡ് ബുക്കിൽ തന്നിട്ടുള്ളത്. ചില സങ്കര ഇനം വിത്തുകൾ: നെല്ല് അന്നപൂർണ ത്രിവേണി ജയ, ഗോതമ്പ് സൊണാലിക അർജുൻ ജലഗ്, പയർ ഷാരിക ലോല മാലിക, മുളക് ജ്വാലമുഖി ഉജ്ജ്വല ജ്വാലസഖി, തക്കാളി ശക്തി മുക്തി അനഘ, വഴുതന സൂര്യ ഹരിത ശ്വേത നീലിമ, ചീര അരുൺ സിഓം 1 സിഓം 2 സിഓം 3, വെള്ളരി സൗഭാഗ്യ അരുണിമ, പാവൽ അർക്ക ഹരിത് പ്രിയ പ്രീതി, മത്തൻ അമ്പിളി സുവർണ സരസ്, വെണ്ട സൽകീർത്തി കിരൺ സുസ്ഥിര, തെങ്ങ് ചന്ദ്രലക്ഷ കേരഗംഗ ലക്ഷഗംഗ. കൃത്യമായിട്ട് പഠിക്കണം. ഒരുപാട് എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്ന്. ചില സങ്കരയിനം വിത്തുകൾ. ദെൻ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് പ്രധാന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. പാഠപുസ്തകത്തിലും അതുപോലെ ഹാൻഡ് ബുക്കിലുമായിട്ട് കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്, അത് പഠിക്കാം. കേരള കാർഷിക സർവകലാശാല KAU എവിടെയാണ്? മണ്ണൂത്തി തൃശ്ശൂർ. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി തൃശ്ശൂർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI ശ്രീകാര്യം തിരുവനന്തപുരം. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് RRI കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI കാസർഗോഡ്. ഇത്രയാണ് ബുക്കിൽ തന്നിട്ടുള്ളത്. ഹാൻഡ് ബുക്കിലും കുറച്ചുകൂടെ ഉണ്ട്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കണ്ണൂർ. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കണ്ണൂർ. കാർഷിക ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറം. അഗ്രോണമിക് ഗവേഷണ കേന്ദ്രം ചാലക്കുടി തൃശ്ശൂർ. വാഴപ്പയം ഗവേഷണ കേന്ദ്രം കണ്ണാറ തൃശ്ശൂർ. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം മടക്കത്തറ തൃശ്ശൂർ. കാർഷിക കോളേജ് വെള്ളാനിക്കര തൃശ്ശൂർ. ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ ഇടുക്കി. സുഗന്ധവ്യഞ്ജന ഗവേഷണ കേന്ദ്രം കോഴിക്കോട്.
നെല്ല് ഗവേഷണ കേന്ദ്രം വൈറ്റില, കായംകുളം, പട്ടാമ്പി, മാങ്കോമ്പ്. 4 സ്ഥലങ്ങളിലുണ്ട് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ. വൈറ്റില, കായംകുളം, പട്ടാമ്പി, മാങ്കോമ്പ്. പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, തൃശ്ശൂർ. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം പാലോട്, തിരുവനന്തപുരം. റീജിയണൽ കാർഷിക ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, വയനാട്. കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കണം. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ് കേരള കാർഷിക സർവകലാശാല, മണ്ണൂത്തി, തൃശ്ശൂർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, കണ്ണൂർ. കാർഷിക ഗവേഷണ കേന്ദ്രം ആനക്കയം, മലപ്പുറം. അഗ്രോണമിക് ഗവേഷണ കേന്ദ്രം ചാലക്കുടി, തൃശ്ശൂർ. വാഴപ്പഴം, തൃശ്ശൂർ. പുൽത്തൈല ഗവേഷണം എറണാകുളം. കശുവണ്ടി ഗവേഷണം മടക്കത്തറ, തൃശ്ശൂർ. കാർഷിക കോളേജ് വെള്ളാനിക്കര, തൃശ്ശൂർ. ഏലം ഗവേഷണം പാമ്പാടുംപാറ, ഇടുക്കി. സുഗന്ധവ്യഞ്ജനം കോഴിക്കോട്. നെല്ല് ഗവേഷണം വൈറ്റില, കായംകുളം, പട്ടാമ്പി, മാങ്കൊമ്പ്. പൈനാപ്പിൾ ഗവേഷണം വെള്ളാനിക്കര, തൃശ്ശൂർ. ടിഷ്യൂ കൾച്ചർ ഗവേഷണം പാലോട്, തിരുവനന്തപുരം. റീജിയണൽ കാർഷിക ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, വയനാട്. ദെൻ ഇ കെ ജാനകി അമ്മാൾ. ഇ കെ ജാനകി അമ്മാൾ ഒരു സസ്യശാസ്ത്രജ്ഞയാണ്. മധുരം കൂടിയ കരിമ്പ് സങ്കരയിനം വികസിപ്പിച്ചെടുത്ത ഒരു സസ്യശാസ്ത്രജ്ഞയാണ് ഇ കെ ജാനകി അമ്മാൾ. ബ്രിട്ടീഷ് കാലത്ത് PhD ഡോക്ടറേറ്റൊക്കെ നേടിയ ഒരാളാണ് ഇ കെ ജാനകി അമ്മാൾ. ജസ്റ്റ് ഇവരെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് പാഠപുസ്തകത്തിൽ. സസ്യശാസ്ത്രജ്ഞ, കരിമ്പ് സങ്കരയിനമാണ് ഇവർ വികസിപ്പിച്ചെടുക്കുന്നത്. ദെൻ വളകൂറുള്ള മണ്ണ്. മണ്ണിന് സസ്യങ്ങൾക്ക് വളരാൻ ഒരുപാട് പോഷകങ്ങൾ വേണം. മണ്ണിൽ നിന്ന് തന്നെ ഒരുപാട് പോഷകങ്ങൾ കിട്ടുന്നുണ്ട്. ചില മണ്ണുകളിൽ പോഷകങ്ങൾ കുറവുള്ള മണ്ണിൽ നമ്മളായിട്ട് വളങ്ങൾ അവിടെ ഇട്ട് കൊടുക്കാറുണ്ട്. അതിനാണ് ജൈവവളങ്ങളായിട്ടുണ്ട്, രാസവളങ്ങളായിട്ടുണ്ട്. ജൈവവളത്തിന് ഉദാഹരണമാണ് ചാണകം. രാസവളത്തിന് ഉദാഹരണമാണ് യൂറിയ. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാരാണ് MS സ്വാമിനാഥനാണ്. 1925 മുതൽ 2023 അദ്ദേഹം അന്തരിക്കുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. ദെൻ എന്താണ് ജീവാണുവളം? സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളം. ജീവാണുവളം ഇമ്പോർട്ടൻ്റ് ആണ്. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളം. ഉദാഹരണങ്ങളാണ് അസോസ്പൈറില്ലം, സ്യൂഡോമോണസ്. ഈ സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളം. ഉദാഹരണം അസോസ്പൈറില്ലം, സ്യൂഡോമോണസ്. ദെൻ കീട നിയന്ത്രണ മാർഗങ്ങൾ പല മാർഗങ്ങളുണ്ട്. ജൈവ നിയന്ത്രണം എന്ന് പറയുമ്പോൾ മിത്രകീടങ്ങളെ, അതായത് ഇപ്പോൾ കൃഷിയിടത്തിൽ തവളകളുണ്ടെങ്കിൽ തവളകൾ അവിടെ സസ്യത്തിന് ദോഷകരമായിട്ടുള്ള ഒരുപാട് കീടങ്ങളെ അവർ ഭക്ഷിക്കും. അപ്പോൾ അവിടെ തവളയെ, ഒരു സസ്യത്തിൽ തവള, അങ്ങനെ ഒരുപാട് മിത്രകീടങ്ങളുണ്ട്. ഒരു പാടത്ത് ഒരു മിത്രകീടങ്ങളായിട്ട് ഒരുപാടുണ്ട്. ഇവർ സസ്യങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള മറ്റു കീടങ്ങളെ ഭക്ഷിക്കുന്നതിലൂടെ അവർ മിത്രകീടങ്ങളായിട്ട് മാറുന്നു. അതിന് ഉദാഹരണങ്ങളാണ് വട്ടച്ചായി, ട്രൈക്കോമ, തവള, അരണ, ഓന്ത്. മിത്രകീടങ്ങളാണ് വട്ടച്ചായി, ട്രൈക്കോമ, തവള, അരണ, ഓന്ത്. ദെൻ യാന്ത്രിക നിയന്ത്രണം എന്ന് പറയുമ്പോൾ കെണികൾ വെക്കുന്നു, പെറുക്കി മാറ്റുക, കീടങ്ങളെ പെറുക്കി മാറ്റുക. അതുപോലെ ഫെറമോൺ കെണി. ഫെറമോൺ അറിയുന്നത് ഒരു ഹോർമോണാണ്. ഫെറമോൺ കെണി, അതാണ് യാന്ത്രിക നിയന്ത്രണങ്ങളിൽ വരുന്നത്. ദെൻ കീടനാശിനികൾ ഉപയോഗിക്കാം. ജൈവ കീടനാശിനിയുണ്ട്, രാസ കീടനാശിനിയുണ്ട്. ജൈവ നിയന്ത്രണ മാർഗങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ ഹാൻഡ് ബുക്കിൽ വരുന്നുണ്ട്. ഹാൻഡ് ബുക്കിൽ വരുന്ന കാര്യങ്ങളാണ് നിമവിരകൾ. നിമവിരകൾ എന്ന് പറയുന്നതും ഒരു മിത്രകീടത്തിന് ഉദാഹരണമാണ് നിമവിരകൾ. അതുപോലെ മറ്റ് ജൈവ കീടനാശിനികൾക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സസ്യങ്ങളാണ് ഉങ്ങ്, പെരുവലം, കൊങ്ങിണി, കരിനൊച്ചി, പാണൽ, കിരിയാത്ത്, കാന്താരിമുളക്, ആര്യവേപ്പ്. നിമവിരകൾ അറിയുന്നത് മിത്രകീടമാണ്. ഇവയെല്ലാം സസ്യങ്ങളാണ്. ഈ സസ്യങ്ങൾ ഉപയോഗിച്ചിട്ട് മിശ്രിതങ്ങളാക്കിയിട്ടാണ് ഈ കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ലായനികളായിട്ട്, കീടനാശിനികളായിട്ട്, ജൈവ കീടനാശിനികളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഉങ്ങ്, പെരുവലം, കൊങ്ങിണി, കരിനൊച്ചി, പാണൽ, കിരിയാത്ത്, കാന്താരിമുളക്, ആര്യവേപ്പ്. ദെൻ നിർമ്മിത ബുദ്ധിയും കൃഷിയും. AI ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് കീടങ്ങളെ നശിപ്പിക്കുന്നുണ്ട്. അതാണ് AI. നിർമ്മിത ബുദ്ധിയും ഇന്ന് ഒരുപാട് കൃഷിയിടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്.
കീടങ്ങളെ AI ഉപയോഗിച്ച് കണ്ടെത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദെൻ കാർഷിക സംരംഭങ്ങൾ. കാർഷിക സംരംഭങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പൗൾട്രി ഫാമിംഗ്. പൗൾട്രി ഫാമിംഗ് എന്ന് പറയുന്നത് കോഴി കൃഷിയാണ്. കോഴി, അതുപോലെ താറാവ്, കാട ഇവയുടെ കൃഷിയെയാണ് പൗൾട്രി ഫാമിംഗ് എന്ന് പറയുന്നത്. ഇവിടെയും ഈ സംരംഭങ്ങളുടെ സങ്കര ഇനങ്ങൾ ഹാൻഡ് ബുക്കിൽ തന്നിട്ടുണ്ട്, അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോഴിയുടെ സങ്കര ഇനങ്ങളാണ് അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ. താറാവിൻ്റെ സങ്കര ഇനങ്ങളാണ് മസ്കവി, ചാര, ചെമ്പല്ലി. കാടയുടേത് ജപ്പാനീസ് ബോബ് വൈറ്റ്. പൗൾട്രി ഫാമിംഗ് കോഴി കൃഷിയാണ്. കോഴിയുടെ ഇനങ്ങളാണ് അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ. താറാവിൻ്റെ ഇനങ്ങളാണ് മസ്കവി, ചാര, ചെമ്പല്ലി. കാടയുടെ ഇനങ്ങളാണ് ജപ്പാനീസ് ബോബ് വൈറ്റ്. ദെൻ എന്താണ് മഷ്റൂം കൾച്ചർ? കൂൺ കൃഷിയാണ് മഷ്റൂം കൾച്ചർ. കൂൺ കൃഷിയാണ് മഷ്റൂം കൾച്ചർ. ഹരിതകമില്ലാത്തൊരു സസ്യമാണ് കൂണ്. പോയിൻ്റാണ്, ഹരിതകമില്ലാത്തൊരു സസ്യമാണ് കൂണ്. ദെൻ ക്യൂണി കൾച്ചർ. ക്യൂണി കൾച്ചർ എന്ന് പറയുന്നത് മുയൽ കൃഷിയാണ്. മുയലിൻ്റെ ഇനങ്ങളാണ് ഗ്രേറ്റ് ജയൻറ്റ്, വൈറ്റ് ജയൻറ്റ്, അങ്കോറ. ക്യൂണി കൾച്ചർ മുയൽ കൃഷിയാണ്. ഗ്രേറ്റ് ജയൻറ്റ്, വൈറ്റ് ജയൻറ്റ്, ഈ ഗ്രേറ്റ് ജയൻറ്റ്, വൈറ്റ് ജയൻറ്റ് പറയുന്നത് അവയുടെ മാംസത്തിന് വേണ്ടിയിട്ട് വളർത്തുന്നതാണ് ഗ്രേറ്റ് ജയൻറ്റും വൈറ്റ് ജയൻറ്റും. അതുപോലെ രോമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനമാണ് അങ്കോറ. മുയലിൻ്റെ രോമത്തിന് വേണ്ടിയിട്ട് വളർത്തുന്ന ഇനമാണ് അങ്കോറ. എപ്പി കൾച്ചർ തേനീച്ച കൃഷിയാണ്. എപ്പി കൾച്ചർ തേനീച്ചയുടെ ഇനങ്ങളാണ് കോലൻ, മെല്ലിഫെറ, നൊഡിയൻ. എപ്പി കൾച്ചർ തേനീച്ച കൃഷി, ഇനങ്ങൾ കോലൻ, മെല്ലിഫെറ, നൊഡിയൻ. ദെൻ ഫ്ലോറി കൾച്ചർ പുഷ്പ കൃഷിയാണ്. ആന്തൂറിയം, മറ്റ് ഫ്ലോറിക്കൾച്ചർ നമ്മൾ പൂക്കാൻ കഴിക്കാമെന്ന പാഠഭാഗത്ത് പഠിച്ചതാണ്. ആന്തൂറിയം, ബോഗൻവില്ല, ഇങ്ങനെ പുഷ്പകൃഷിയാണ് ഫ്ലോറി കൾച്ചർ എന്ന് പറയുന്നത്. സെറി കൾച്ചർ പട്ടുനൂൽപ്പുഴുവാണ്. പട്ടുനൂൽപ്പുഴു കൃഷിയാണ്. സെറി കൾച്ചർ ഇനങ്ങളാണ് ടസർ, മൾബറി, മുഗ. സെറി കൾച്ചർ പട്ടുനൂൽപ്പുഴു കൃഷി, ഇനങ്ങൾ ടസർ, മൾബറി, മുഗ. പിസി കൾച്ചർ മത്സ്യകൃഷിയാണ്. ഭക്ഷ്യാവശ്യത്തിന് വേണ്ടിയിട്ട് വളർത്തുന്ന മത്സ്യ ഇനങ്ങളാണ് കരിമീൻ, കടല, റോഹു. അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ള മത്സ്യങ്ങളാണ് ഗോൾഡ് ഫിഷ്, ഗപ്പി. അതുപോലെ ചെമ്മീൻ്റെ ഒരു സങ്കര ഇനങ്ങളാണ് നാരൻ, കാര. പിസി കൾച്ചർ മത്സ്യ കൃഷിയാണ്. ഭക്ഷ്യാവശ്യത്തിന് വളർത്തുന്നതാണ് കരിമീൻ, കടല, രോഹു. അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഗോൾഡ് ഫിഷ്, ഗപ്പി. ചെമ്മീൻ്റെ 2 ഇനങ്ങളാണ് നാരൻ, കാര. ദെൻ ലൈവ് സ്റ്റോക്ക്. ലൈവ് സ്റ്റോക്ക് എന്ന് പറയുന്നത് കന്നുകാലി കൃഷിയാണ്. പശുവിൻ്റെ ഇനങ്ങളാണ് ജെയ്സി, വെച്ചൂര്, ഹോൾസ്റ്റീൻ ഫ്രിഷ്യൻ. എരുമയുടേതാണ് മുറ, നീലി രവി, ബദാവരി. ആടിൻ്റെ ഇനങ്ങളാണ് തലശ്ശേരി, ജംനാപ്യാരി, ബോയർ. ലൈവ് സ്റ്റോക്ക് കന്നുകാലി കൃഷിയാണ്. പശുവിൻ്റെ സങ്കര ഇനങ്ങളാണ് ജെയ്സി, വെച്ചൂര്, ഹോൾസ്റ്റീൻ ഫ്രിഷ്യൻ. എരുമയുടേതാണ് മുറ, നീലി രവി, ബദാവരി. ആടിൻ്റെതാണ് തലശ്ശേരി, ജംനാപ്യാരി, ബോയർ. ഇത്രയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. ഒരുപാട് ഉദാഹരണങ്ങളും ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പാഠഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.